ഈ കാലത്ത് ഓർഡർ ചെയ്യുന്ന ഫുഡ് വീട്ടിലെത്തിക്കുന്നതിനായി നിരവധി ആപ്പുകളാണ് രംഗത്തുള്ളത്. പക്ഷേ നമുക്ക് ഏറെ നാളായി പരിചിതമായ ഫ്ലിപ്കാർട്ട് കൂടി ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഇ കൊമേഴ്സ് ഭീമനാണ് ഫ്ലിപ്കാർട്ട്. നിലവിൽ ഈ രംഗം ഭരിക്കുന്ന സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്നിവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാവും ഈ നീക്കം. തുടക്കത്തിൽ ചെറിയ തോതിലാകും സേവനം ആരംഭിക്കുക. ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷമായിരിക്കും രാജ്യവ്യാപകമായി ഇത് വിപുലീകരിക്കുക. പ്രത്യേക ആപ്പിലൂടെയും നിലവിലുള്ള ഫ്ലിപ്കാർട്ട് ആപ്പിലൂടെയും ഉപഭോക്താക്കൾക്ക് ഫുഡ് ഡെലിവറി സേവനം ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഈ സേവനത്തിന് എന്ത് പേരിടുമെന്നോ അല്ലെങ്കിൽ ഏത് നഗരത്തിലാകും ആദ്യമായി തുടക്കം കുറിക്കുകയെന്നോ കമ്പനി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ONDC പ്ലാറ്റ്ഫോമുമായി സഹകരിച്ചായിരിക്കും ഫ്ലിപ്കാർട്ട് നടപ്പിലാക്കുക എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ ഇതിന്റെ ബിസിനസ് ഘടനയെക്കുറിച്ച് പ്രതികരിക്കാൻ ഫ്ലിപ്കാർട്ട് തയ്യാറായിട്ടുമില്ല. മറ്റ് കമ്പനികളോട് എങ്ങനെ മത്സരിക്കും എന്നതിനേക്കാൾ ഉപഭോക്താക്കൾ തികച്ചും പുതിയ എന്തെങ്കിലും നൽകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മേഖലകളിൽ മാത്രമാണ് എപ്പോഴും ഫ്ലിപ്കാർട്ട് പ്രവേശിക്കുന്നതെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും ഫ്ലിപ്കാർട്ടിലും ഉപഭോക്താക്കൾക്ക് കണ്ടെത്താനാകുന്ന രീതിയിൽ വലിയൊരു റെസ്റ്റോറന്റ് ശൃംഖല കെട്ടിപ്പടുക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും അറിയിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ വരവോടെ ഇന്ത്യയിലെ ഫുഡ് ഡെലിവറി രംഗത്ത് മത്സരം കൂടുതൽ ശക്തമായിരിക്കും. നിലവിൽ എറ്റേണലിന്റെ ഉടമസ്ഥതയിലുള്ള സൊമാറ്റോയും സ്വിഗ്ഗിയുമാണ് ഈ രംഗത്തെ പ്രധാനികൾ. വലിയ ഉപഭോക്തൃ ശൃംഖല, ശക്തമായ ഡെലിവറി നെറ്റ്വർക്ക്, വളർന്നു വരുന്ന ക്വിക്ക് കൊമേഴ്സ് ബിസിനസ് എന്നിവയുടെ പിൻബലത്തിൽ ഈ രംഗത്ത് തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടും.